SSLC ഫലപ്രഖ്യാപനം നടക്കുന്നു. മേഖലകളിലുമായിട്ട് 3059 സ്കൂളുകളിലാണ് ഈ വർഷം പരീക്ഷ നടത്തിയത്. ഈ മാർച്ച് മാസം 4,14,290 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി. പ്രൈവറ്റ് വിഭാഗത്തിൽ 251 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. കേരളത്തിൽ 47 സെന്ററുകളിലായിട്ട് 2683 വിദ്യാർത്ഥിനികളാണ് THSLC പരീക്ഷ ഈ വർഷം എഴുതിയത്. AHSLC പരീക്ഷ കേരള കലാമണ്ഡലത്തിലെ 74 വിദ്യാർത്ഥിനികളാണ് പരീക്ഷയ്ക്കിരുന്നത്. ഈ വർഷം മാർച്ച് മാസം 2026 മാർച്ച് മാസം 5 മുതൽ 30 വരെയാണ് പരീക്ഷകൾ നടത്തിയത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്ത് 72 ക്യാമ്പുകളിലായിട്ട് ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെയുള്ള 14 പ്രവൃത്തി ദിനങ്ങളിലാണ് നടത്തിയത്. ആകെ 9,968 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തത്. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ടാണ് പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കുന്നത്. SSLC പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പരീക്ഷാ കമ്മീഷണർ ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാർക്കും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പ്രഥമ അധ്യാപകർ, അധ്യാപികമാർ, മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയ അധ്യാപകർ എല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും കൂടി അനുമോദനങ്ങൾ അറിയിക്കുന്നു. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തെ തുടർന്ന് 3:30 മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥിനികൾക്ക് ലഭ്യമാകുന്നതാണ്. ഈ വർഷം മുതൽ പരീക്ഷാഫലം ഡിജി ലോക്കറിലും സ്റ്റേറ്റ് IT മിഷനുമായിട്ട് സഹകരിച്ച് വാട്സാപ്പ് സന്ദേശവുമായിട്ട് ലഭ്യമാക്കുവാനുമുള്ള ക്രമീകരണങ്ങളും DGE ഏർപ്പാടാക്കിയിട്ടുണ്ട്. 9188619958 9188619958 എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് നൽകിയാൽ പരീക്ഷാഫലം ലഭ്യമാകുന്നതിനുള്ള ഏർപ്പാട് IT മിഷനുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ഈ വർഷം SSLC റെഗുലർ പരീക്ഷയ്ക്ക് 4,14,290 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. 4,14,290. പരീക്ഷ എഴുതിയവരിൽ 4,10,456 വിദ്യാർത്ഥിനികൾ, 4,10,456 സ്റ്റുഡൻസ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. വിജയശതമാനം 99.07%, 99.07%. കഴിഞ്ഞ വർഷം ഇത് 99.5% 99.5% ആയിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 30,514 വിദ്യാർത്ഥിനികൾ, 30,514 സ്റ്റുഡൻസ് എല്ലാ വിഷയങ്ങൾക്കും A+ അർഹരായി. കഴിഞ്ഞ വർഷം ഇത് 61,449 ആയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.